പാഠം 821 ലക്ഷ്യത്തിലേക്ക് ഒരു കുറുക്കുവഴി. മോനേട്ടാ, ഞാനേ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതെന്തായി? നീ ഇന്നലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിലേത് കാര്യത്തെ കുറിച്ചാണ്? തയ്യൽക്കടയിലെ വിലാസിനുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതിനെ കുറിച്ച്. വിലാസിനുടെ ഭർത്താവ് രാമൻകുട്ടിയുടെ പേരിലുള്ള 14 സെന്റ് സ്ഥലത്തിന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, അതല്ലേ പ്രശ്നം? അതെ. അത് നടക്കില്ല എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞാണല്ലോ. ആള് പാവമാണോ പ്രശ്നക്കാരിയാണോ എന്ന് നോക്കിയിട്ടല്ലല്ലോ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. ഞാനും വിലാസിനെയും തമ്മിലുള്ള അടുപ്പം മോനോട്ടിന് അറിഞ്ഞൂടെ? അവളൊരു കാര്യം പറഞ്ഞിട്ട് അത് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവൾ എന്നെ പറ്റി എന്ത് കരുതും മോനോട്ടാ? ഒന്നും കരുതേണ്ട കാര്യമില്ല. ഭാര്യയുടെ ബ്ലൗസ് തയ്ക്കുന്നയാളെന്ന് കരുതി ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വെറുതെ എടുത്താൽ കൊടുക്കാൻ പറ്റുമോ? ഭാമേ, ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആഫീസുകാര്യവും വീട്ടുകാര്യവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുതെന്ന്. മോഹനട്ടാ പ്ലീസ്. ഭാമേ, അയൽക്കാരി വിലാസിനിയല്ല, ഇനിയിപ്പോൾ സാക്ഷാൽ നീ തന്നെ വില്ലേജ് ഓഫീസിൽ വന്ന് ഒരു സഹായം ചോദിക്കുകയാണെങ്കിൽ പോലും നിയമപരമായി ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമേ കെ മോഹനകൃഷ്ണൻ സാർ ചെയ്യൂ. കാരണം ഞാൻ സത്യസന്ധനായ വില്ലേജ്. മോനോട്ടാ ബോട്ട് സഹായിക്കില്ല. മുന്നാധാരത്തിന്റെ പകർപ്പ് കൊണ്ടുവരാതെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല. വിലാസിനോട് പറഞ്ഞേക്കൂ. മോനേട്ടാ 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 ഒന്നും കൂടി ഒന്ന് ആലോചിക്കും മോനേട്ടാ. ഒന്നും ആലോചിക്കാനില്ല. നീ പോയാ ഫോൺ എടുക്ക. വില്ലേജ് ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്റെ കുടുംബത്തിനാണ് കരുതിയിരിക്കുന്നത്. കൂട്ടുകാരുടെ മുമ്പ് ആളാകാൻ വേണ്ടി ശുപാർശയായിട്ട് വന്നിരിക്കുന്നത്. ഹലോ വക്കീലേ, ഇത് ഞാനാ, ശശിപാലൻ. ആ, എന്താ ശശിപാലൻ ചേട്ടാ രാവിലെ? സാറില്ലേ വക്കീലേ? ആ ഉണ്ട്, പത്രം വായിച്ചോണ്ടിരിക്കുക. ഓ, ഇപ്പൊ വിളിച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ച് കടിക്കാൻ വരും. അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞാൽ മതിയോ? മതി, കുറച്ച് അത്യാവശ്യമാണെന്ന് പറയണം വക്കീലേ. ശരി, ഞാൻ പറഞ്ഞോളാം. ഓ, മോനേട്ടാ, ശിശുപാലൻ ചേട്ടനെ വിളിച്ചത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, തിരിച്ചു വിളിക്കാൻ മോഹനോട്ടോട് പറയാന്ന്. അതെ, എന്താ അത്യാവശ്യമാണ് ശിശുപാലൻ ചേട്ടൻ പറഞ്ഞു. ഈശ്വര, ശിശുപാലൻ പറഞ്ഞ കാര്യം മറന്നുപോയല്ലോ. ഇതിപ്പം ശിശുപാലൻ ചേട്ടൻ ഇങ്ങനെ വിഷമിച്ചിട്ട് എന്താ കാര്യം? ശിശുപാലൻ ചേട്ടൻ അതിനകത്ത് ഏലിയാസ് മതിൽ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ചു കളയണം. അതൊന്നും നടക്കില്ല പ്രൊഫസറെ. അവന് നല്ല തടിമിടുക്കുണ്ട്. ഞാൻ തടയാൻ ചെന്ന അവൻ കൈമിടുക്ക് കാണിക്കും. എന്നെ കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ ഈ വയസ്സുകാലത്ത്? ഇതിനു മുമ്പ് ശിശുപാലൻ ചേട്ടനെ ഏലിയാസും തമ്മിൽ തർക്കമുണ്ടായപ്പോ മോനേഷ് സാറ് വന്ന സ്ഥലമാണെന്ന് തിരിച്ചതല്ലേ? പിന്നെ അയാൾ മുഷ്ക് കാണിക്കാന്ന് വെച്ചാ ഞാൻ എന്ത് ചെയ്യാനാ കാഞ്ചന സാറേ? പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറഞ്ഞപ്പോഴേ SI ഉരുണ്ട് കളിക്കുക. പോലീസുകാരൊക്കെ എലിയാസിന്റെ പക്ഷത്താ. അവൻ കാര്യമായിട്ട് കാശൊക്കെ കൊടുക്കുന്നുണ്ടാവും. എങ്കിൽ പിന്നെ കേസ് കൊടുക്കണം ശിശുപാലൻ ചേട്ടാ. നല്ലൊരു വക്കീലിനെ വെച്ച് കേസ് കൊടുത്ത ഏലിയാസിനെ സൂക്കെടുത്തീരും. അത് ഞാൻ ആലോചിച്ചു പ്രൊഫസറെ. പക്ഷെ വക്കീലന്മാരെ കൊടുക്കാൻ എൻ്റെ ഒരുപാട് കാശില്ലല്ലോ. ഈയിടെ സുന്ദരേശൻ വക്കീലിനെ കണ്ടപ്പോഴേ 10,000 രൂപ ചോദിച്ചു. അതിൽ 2,500 അഡ്വാൻസ് വേണമെന്നും പറഞ്ഞു. അടുത്ത 1-ാം തീയതി ശമ്പളം കിട്ടാതെ എൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല. എന്താ ശിശുപാല പ്രശ്നം? ഏലിയാസുമായിട്ടുള്ള അതിർത്തികൾക്കും തന്നെയാ പ്രശ്നം സാറേ. ഞാൻ അന്നേ പറഞ്ഞില്ലേ, അയാൾ വലിയ കുഴപ്പക്കാരനാ. കോടതിയിൽ പോവുകയല്ലാതെ അയാളെ ഒതുക്കാൻ ഒരു വഴിയില്ല സാറേ. ശിശുപാലൻ ചേട്ടന്റെ കയ്യിലാണെങ്കിൽ കാശുമില്ല. നല്ല വക്കീൽ വാദിച്ചാലേ കേസ് ജയിക്കൂ. സാറ് സത്യഭാമ വക്കീലിനോട് പറഞ്ഞ കാര്യം നടന്നേനെ.
അല്ല അയ്യോ അപ്പോ- അതൊരു നല്ല കാര്യമല്ലേ സാറേ? സത്യഭാമ വക്കീൽ വാദിച്ച കേസ് ജയിക്കും. ഫീസിന്റെ കാര്യത്തിൽ വലിയ ഡിമാൻഡ് പറയേയില്ല. സാറിന്റെ ഭാര്യയല്ലേ, സാറ് പറയുന്നതിനപ്പുറം പോവോ? അതെ. അല്ലേ? ശരിയാ സാറേ. പൈസ ഞാൻ എങ്ങനെയെങ്കിലും തന്നോളാം സാർ. അതിന് കുറച്ച് സാവകാശം കിട്ടിയാൽ മതി. സത്യഭാമ വക്കീൽ കേസ് ഏറ്റെടുത്താൽ ഞാൻ ജയിക്കും, അത് ഉറപ്പാ. സാർ ഒന്ന് പറയണം. സാർ പറയും ശിശുപാലൻ ചേട്ടാ. ഈ ഓഫീസിലുള്ള നമുക്കൊരു ആവശ്യം വരുമ്പോ സാർ സഹായിക്കാതിരിക്കോ? അതെ. വക്കീലിനാണെങ്കിലോ സാറ് പറയണതിന്റെ അപ്പുറം ഒരു വാക്കില്ല താനും. പിന്നെ എന്നാ ഒരു കാര്യം ചെയ്യും, ശിശുപാലൻ ഇന്ന് രാത്രി എന്നെ വിളിച്ച് ഓർമ്മിപ്പിച്ചേ. ഞാൻ ഭാമയോട് സംസാരിക്കാം. ശരി. വിളിക്കാം സാർ. ഉറപ്പായിട്ട് ഇന്ന് രാത്രി സാറിനെ വിളിച്ച് ഓർമ്മപ്പെടുത്തിക്കോളാം. ഇന്നലെ തന്നെ വിളിച്ച് ഓർമ്മിപ്പിക്കണം പറഞ്ഞിട്ട് ഇപ്പോഴാണ് ഓർമ്മിപ്പിക്കുന്നത്. അവനവന്റെ കാര്യത്തെ പോലെ ഉത്തരവാദിത്തമില്ലാത്ത ശിശുപാലനെ പോലുള്ളവരൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥനായാൽ നാട്ടുകാരുടെ കാര്യം കൂടി കഷ്ടത്തിലാവും. മോഹനേഷ സാർ. ഹലോ. ആ ശിശുപാല, ഞാനാണ്. നമസ്കാരം സാർ. ഞാൻ പറഞ്ഞ കാര്യം എന്തായി സാർ? ആ കാര്യം ഇന്നലെ രാത്രി എന്നെ വിളിച്ച് ഓർമ്മിപ്പിക്കാമെന്ന് ശിശുപാലൻ പറഞ്ഞിരുന്നോ? ഓ സാർ. ആ എന്നിട്ട് ഇന്നലെ വൈകിട്ട് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകേണ്ടതുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോ വൈകി. ഒരുപാട് വൈകി സാറിനെ വിളിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ഓർത്ത് വിളിക്കാതിരുന്നതാ. കൊള്ളാം. എന്റെ സ്ഥാനത്ത് മറ്റു വല്ലതുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ശിശുപാലനോട് എന്ന് പറയുമായിരുന്നു. ശിശുപാലിന് ഒരു പ്രശ്നം വന്നപ്പോൾ സഹായിക്കാൻ ശ്രമിച്ചതാണോ കെ മോഹനേഷ് സാർ ചെയ്ത തെറ്റ്? ക്ഷമിക്കണം സാർ. ആ ഞാന് ഭാമയോട് കാര്യം പറഞ്ഞ് സമ്മതിപ്പിച്ചതിന് ശേഷം ശിശുപാലിനെ വിളിക്കാം. വലിയ ഉപകാരം സാർ. ഞാൻ ഭയങ്കര എടുത്തുകാട്ടക്കാരനും കർക്കശക്കാരനുമാണെന്നൊക്കെയാണല്ലോ നിങ്ങളൊക്കെ പറയുന്നത്. ഇപ്പൊ ശിശുപാലനൊരു ആവശ്യം വന്നപ്പോ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് ഒരിക്കലും മറക്കില്ല സാർ. മറക്കരുത്. ഭാമയെ പോലൊരു വക്കീല് ചെറിയ ഫീസിന് കേസ് വാദിക്കാന്നൊക്കെ പറഞ്ഞ അതൊക്കെ ശിശുപാലനെ പോലൊരു ഭാഗ്യമാ. അറിയാം സാർ. ആ ഇനി ശിശുപാലൻ ആ ഭാഗ്യം എങ്ങനെ ഉണ്ടായത്? അത് സാറ് വിചാരിച്ചോണ്ട് മാത്രമാ. ആ അത് മറക്കാതിരുന്നാൽ മതി. ഓ, ഒരു കാര്യം സാധിക്കുന്നതിന് ഇത്രയൊക്കെ വർത്താനം പറയണോ? ഇതിലും നല്ലത് ഞാൻ നേരിട്ട് പോയി വക്കീലിനെ കാണുന്നതാ. കായ്ച്ചെത്തുകയാണോ? നീ എപ്പോഴും പറയാറില്ലേ നിനക്ക് ഞാൻ ഒരു സഹായവും ചെയ്യാറില്ല എന്ന്. തീരുക. ഇന്നത്തോടെ പറയാ തീരുക. എനിക്ക് മനസ്സിലായില്ല. നിനക്കിപ്പോ അധികം കേസൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ നിനക്കൊരു ഭയങ്കരമായ കേസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര കേസോ? കൊലപാതക കേസാ? അല്ല, ഒരു അതിർത്തി തർക്കം. ഇതാണോ ഭയങ്കര കേസ്? എന്താ കുഴപ്പം? ശിശുപാലനും അയൽക്കാരനും തമ്മിലുള്ള കേസാണ്. അവർ തമ്മിൽ തർക്കം തുടങ്ങിയിട്ട് കുറെ നാളായി. ഒടുവിൽ ഞാൻ തന്നെ നേരിട്ട് പോയി സ്ഥലം വളർന്നപ്പോ ശിശുപാലന്റെ പക്ഷത്താണ് ന്യായം. അന്ന് തന്നെ ഏലിയാസിനോട് ഞാൻ പറഞ്ഞു അയാളുടെ പക്ഷത്ത് ന്യായമില്ല എന്ന്. പക്ഷേ ഏലിയാസ് ആളൊരു റൗഡിയ. പോലീസിലൊക്കെ അവന് ഭയങ്കര സ്വാധീനമാണ്. ആ സ്വാധീനം ഉപയോഗിച്ച് അവൻ ശിശുപാലന്റെ പുരയിടത്തിലേക്ക് കയറ്റി വെച്ച് മതിൽ കെട്ടുക. ഇനിയിപ്പോ കോടതി പോകല്ല വേറെ വഴിയില്ലെന്നാ ശിശുപാലൻ പറയുന്നത്. ആഫീസിൽ വന്ന് ശിശുപാലൻ കാര്യം പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു, ശിശുപാല ഇങ്ങോട്ടോ കേസ് ഭാമയപ്പിക്ക് എന്ന്. അല്ല കേസായി. എന്താ ഒന്നും പറയാത്തത്? നീ ഒന്നും പറയാത്തത്? ഇതിപ്പോ ഞാനിത് പറയാനാ? ശിശുപാലനോട് കടലാസൊക്കെ ആയിട്ട് വക്കീൽ ഓഫീസിലേക്ക് വരാൻ ആ അവിടെ വെച്ച് വക്കാലത്ത് ഒപ്പിട്ട്
അഡ്വാൻസ് വന്നിട്ടുണ്ടെങ്കിൽ കേസ് ഞാൻ ബാധിച്ചോളാം. അഡ്വാൻസാ? ഭാമേ, ശിശുപാലൻ നമുക്ക് അടുത്ത ആളല്ലേ? അതുകൊണ്ട് കാര്യമില്ലല്ലോ മോനേട്ടാ. ഞാൻ കേസ് വാദിക്കണമെങ്കിൽ 25,000 രൂപ എനിക്ക് ഫീസ് വേണം. 25,000. അതിൽ 5,000 രൂപ അഡ്വാൻസ് ആയിട്ട് എനിക്ക് കിട്ടുകയും വേണം. ഒരു കേസ് വാദിക്കാൻ 25,000 രൂപയോ? ഞാൻ പറഞ്ഞത് ഒരു അതിർത്തി തർക്കത്തെ പറ്റിയാണ്. ഒരു അതിർത്തി തർക്ക കേസ് വാദിക്കാൻ 25,000 രൂപ എന്ന് പറയുന്നത് ഏത് നാട്ടിലെ ഫീസാണ് ഭാമേ? മോഹനേട്ടാ, ഞാനൊരു സ്വകാര്യ വ്യക്തിയാണ്, വക്കീലാണ്. ആണ്. ഏത് കേസ് വാദിക്കണം, ഏത് കേസ് വാദിക്കണ്ട, വാദിക്കുന്ന കേസിന് എത്ര രൂപ പ്രതിഫലം വാങ്ങണം എന്നെല്ലാം തീരുമാനിക്കുന്നത് ഞാനാണ്. ആണല്ലേ? ശിശുപാലൻ ചേട്ടന്റെ കേസ് ഞാൻ വാദിക്കണമെങ്കിൽ 25,000 രൂപ ഫീസാകും. അതിൽ 5,000 രൂപ അഡ്വാൻസ് ആയിട്ട് എനിക്ക് കിട്ടുകയും വേണം. അതടങ്ങില്ല. എന്റെ ഭാര്യയെ കൊണ്ട് ഒരു കേസ് വാദിപ്പിക്കണമെന്ന് പറഞ്ഞ് എന്റെ ഒരു പരിചയക്കാരൻ വരുന്നത് എന്തെങ്കിലുമൊക്കെ സൗജന്യം കിട്ടുന്ന കരുതിട്ടാ. അപ്പൊ നീ നാട്ടില്ലാത്ത ഫീസ് പറഞ്ഞ? എനിക്കൊരു കേസ് പിടിച്ചുതരാൻ ഞാൻ മോഹനേട്ടനെ ഏൽപ്പിച്ചായിരുന്നു. മോഹനേട്ടന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പിടിച്ചോണ്ട് വന്ന ഒരു കേസ് വാദിക്കാൻ എനിക്കൊട്ട് ബാധ്യതയില്ല. എന്നാലും മോഹനേട്ടൻ ഒരു നാണക്കേട് ഉണ്ടാവണ്ടെന്ന് കരുതി ഞാനതങ്ങ് സഹിച്ചു. പക്ഷേ ഫീസിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല മോഹനേട്ടാ. ശിശുപാലൻ ഒരു ക്ലാസ് 4 ജീവനക്കാരനാണ്. അയാൾ എങ്ങനെ 25,000 രൂപ ഫീസ് തരുന്നത്? ആള് ക്ലാസ് 3 ആണോ ക്ലാസ് 4 ആണോ നോക്കിയല്ല ഞാൻ കേസ് ബാധിക്കുന്ന മോനോട്ടാ. ഞാനും ശിശുപാലനും എത്രയോ നാളുകളായി ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരാ. എന്നിട്ടും ശിശുപാലൻ ഒരു കാര്യം പറയുമ്പോ മാന്യമായ ഫീസിൽ ഒരു കാര്യം സാധിച്ചു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ശിശുപാലൻ എന്നെ പറ്റി തരുതും. ഒന്നും കരുതേണ്ട കാര്യമില്ല മോനോട്ടാ. ഭർത്താവിന്റെ കീഴുദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഒരു കേസിന്റെ ഫീസ് കുറച്ച് എനിക്ക് മേടിക്കാൻ പറ്റുമോ? മോഹനേട്ടാ, ആഫീസുകാരും വീട്ടുകാരും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുതെന്ന് മോഹനേട്ടൻ തന്നെ എത്രയോ പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശിശുപാലൻ ചേട്ടൻ എന്നല്ല, ഇനിയിപ്പോ സാക്ഷാൽ മോഹനേട്ടൻ തന്നെ എനിക്കൊരു കേസുമായിട്ട് വന്നാലും ഫീസിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. അപ്പൊ നീ സഹായിക്കലെന്ന് ഉറപ്പിച്ചോ? അയ്യോ, ഞാൻ സഹായിക്കാം. പക്ഷെ പറഞ്ഞ ഫീസ് എനിക്ക് കിട്ടിയിരിക്കണം. വിലാസിനുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതിന് നീ പ്രതികാരം ചെയ്യാനല്ലേ? അങ്ങനെയൊന്നുമില്ല മോനേട്ടാ. ഒരു വക്കീൽ എന്നുള്ള നിലയിൽ ഞാൻ പറയേണ്ട കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. ഞാൻ വിലാസിനോട് എന്ത് പറയോ അത് തന്നെ മോഹനേട്ടൻ പറഞ്ഞാൽ മതി. ശിശുപാലന്റെ കാര്യം സമ്മതിപ്പിച്ച ശേഷം വിലാസിന്റെ പ്രസിദ്ധി കൊണ്ടായ മതിയായിരുന്നു. ഇന്നിപ്പോ ശിശുപാലന്റെ ഒപ്പം നാണം കിട്ടത് തന്നെ. ഈ വണ്ടിക്ക് ഇതെന്തോ പറ്റി? രാവിലെ ഇതുവരെ ഓടി വന്നതാണല്ലോ. ഇനിയിപ്പോ പെട്രോൾ വല്ലതും തീർന്നതാണ്. പെട്രോള് പെട്രോൾ ഉണ്ടല്ലോ, പിന്നെ എന്തോ പറ്റി? ചില സമയം ഹലോ കേശവൻകുട്ടി, ഞാനാണ് ഉത്തമൻ. അതെ, എന്റെ സ്കൂട്ടർ വഴിക്ക് നിന്നുപോയി. എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ ഒരു പിടിയില്ല. ഇതുവരെ ഓടി വന്നതാണ്, പെട്ടെന്ന് എഞ്ചിൻ അങ്ങ് ഓഫ് ആയിപ്പോയി. എടാ സ്റ്റാർട്ട് ചെയ്ത് നോക്കി, പക്ഷെ നടക്കണില്ല. എന്താണ്? എടാ പോടാ, പെട്രോളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഇപ്പൊ ശങ്കരൻകുട്ടിച്ചേട്ടന്റെ വീട് കഴിഞ്ഞേ ഒരു 200 മീറ്റർ ഇപ്പുറത്ത് എത്തിയേ ഉള്ളൂ. ഇതുവഴിയാ? അയ്യോ വലിയ ഉപകാരം, നീ പെട്ടെന്ന് വാ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഒരുപാട് സ്ഥലത്ത് പോകാനുള്ളതാണ്. ശരി ശരി ശരി, പെട്ടെന്ന് വരണേ. ആ ആ, എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. സമയമില്ലാത്ത സമയത്ത് ഈ സ്കൂട്ടർ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്നാലും ഒന്ന് അടിച്ചു നോക്കാം.
മോഹനയുടെ സാർ ഒന്ന് ഇത്തിരി നേരത്തെയാണല്ലോ. നമസ്കാരം സാർ. സാറൊന്ന് കുറച്ച് നേരത്തെയാണെന്ന് അല്ല, തോന്നുന്നു. ഞാനെന്നും ഇതേ സമയത്ത് തന്നെയാണ് ഓഫീസിലേക്ക് പോകുന്നത്. എന്താ ഇവിടെ? അല്ല പിന്നെ എന്താ? പറയാൻ അല്ല, ബുദ്ധിമുട്ടുണ്ടോ? സ്കൂട്ടർ ചെറുതായിട്ടൊന്ന് കേടായി. ഇപ്പൊ സ്റ്റാർട്ട് ആവുന്നില്ല. വർക്ക്ഷോപ്പിലെ കേശവൻകുട്ടിയെ വിളിച്ചപ്പോഴേ ഇതുവഴി വരാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെ കാത്തു നിന്നതാ. ഉത്തമ, ഇതാണ് യന്ത്രങ്ങളുടെ കുഴപ്പം. പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മളെ പറ്റിച്ചളയും. വഴക്കു പറയാനോ ശിക്ഷിക്കാനോ നമുക്കാവുമോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലായ്പ്പോഴും നടന്നു പോകുന്നതാണ് ഉത്തമം എന്ന്. ഉത്തമൻ ഈ അനുഭവം കൊണ്ടെങ്കിലും പഠിച്ചാൽ ഉത്തമം. എന്റെ പൊന്നെ. ഉത്തമ, ഉത്തമ, ഓ എന്തായാലും ഉത്തമൻ വെറുതെ കേൾക്കല്ലേ, എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റൂ? എന്താണ് സാറേ? ഞാൻ ഒരു വലിയ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുക. ശിശുപാലൻ ചേട്ടന്റെ കയ്യിലാണെങ്കിൽ കാശുമില്ല. നല്ല വക്കീൽ വാദിച്ചാലേ കേസ് ജയിക്കൂ. സാറ് സത്യഭാമ വക്കീലിനോട് പറഞ്ഞ കാര്യം നടന്നേനെ. ശിശുപാലനോട് കടലാസൊക്കെ ആയിട്ട് വക്കീൽ ഓഫീസിലേക്ക് വരാൻ പറ. ആ അവിടെ വെച്ച് വക്കാലത്ത് ഒപ്പിട്ട് അഡ്വാൻസ് തന്നിട്ടുണ്ടെങ്കിൽ കേസ് ഞാൻ വാദിച്ചോളാം. അഡ്വാൻസാ? ഭാമേ, ശിശുപാലൻ നമുക്ക് അടുത്ത ആളല്ലേ? അതുകൊണ്ട് കാര്യമില്ലല്ലോ മോനേട്ടാ. ഞാൻ കേസ് വാദിക്കണമെങ്കിൽ 25,000 രൂപ എനിക്ക് ഫീസ് വേണം. എനിക്കൊരു കേസ് പിടിച്ചുതരാൻ ഞാൻ മോഹനേട്ടനെ ഏൽപ്പിച്ചായിരുന്നു. മോഹനേട്ടന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പിടിച്ചോണ്ട് വന്ന ഒരു കേസ് വാദിക്കാൻ എനിക്കൊട്ട് ബാധ്യതയില്ല. എന്നാലും മോഹനേട്ടനൊരു നാണക്കേട് ഉണ്ടാവണ്ടെന്ന് കരുതി ഞാനതങ്ങ് സഹിച്ചു. പക്ഷേ ഫീസിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല മോനേട്ടാ. കേസ് ഭാമ ഏറ്റില്ല എങ്കിൽ ശിശുപാലന്റെയും സ്വയംപ്രഭയുടെയും കാഞ്ചനയുടെയും മുന്നിൽ കെ മോഹനേഷ് സാറിന്റെ മാനം പോകും. ഭാമ ഞാൻ പറഞ്ഞത് അനുസരിക്കില്ല എന്നല്ലേ അവർ കരുതും. ഭാമയാണെങ്കിൽ ചോദിക്കുന്നത് ഭയങ്കര പൈസയും. അത് കൊടുക്കണമെന്ന് ശിശുപാലനോട് പറയാനും പറ്റില്ല. പൈസ ഇല്ലാത്തനാണല്ലോ ശിശുപാലൻ സാറിനോട് സഹായം ചോദിച്ചതന്നെ. രാവിലെ വക്കീലിനെ ആവശ്യമില്ലാതെ പ്രകോപിപ്പിച്ചതാണ് പ്രശ്നമായത്. ശിശുപാലന്റെ കാര്യം ഓർത്തില്ലായിരുന്നു. ഒരു 10 മിനിറ്റ് മുമ്പ് ശിശുപാലൻ ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഭാമയെ മണക്കില്ലായിരുന്നു. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. വക്കീൽ എങ്ങനെയെങ്കിലും കേസ് ഏറ്റെടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ ആഫീസിലുള്ളവരുടെ മുമ്പിലെ സാറിന്റെ മാനം പോവും. ആള് വക്കീലായതുകൊണ്ട് ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യത ഇല്ല. 5,000 രൂപയെങ്കിലും അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. ബാക്കി പ്രശ്നമൊക്കെ പിന്നെയല്ലേ. അപ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വക്കീലിനെ സ്വപ്പിട്ടാ മതി. പക്ഷേ 5,000 രൂപയ്ക്ക് അഡ്വാൻസ് കൊടുക്കാൻ ശിശുപാലന്റെ കയ്യിൽ കാണില്ലല്ലോ. അതിനൊരു വഴിയുണ്ട് സാറേ. തൽക്കാലം സാറ് 5,000 രൂപ സാറിന്റെ കയ്യിൽ നിന്നിടുക. അത് ശരിയാവുന്നില്ല സാറേ. ബുദ്ധി ഉപയോഗിക്കണം. ഈ കച്ചവടത്തിൽ സാറിന് ഒരു നഷ്ടം വരാനില്ല. എന്നുവെച്ചാ സാധാരണ ഫീസ് കിട്ടിക്കഴിഞ്ഞാൽ വക്കീല് സാറിന്റെ കയ്യിലല്ലേ കൊണ്ടുവന്ന് തരിക. മിക്കവാറും. പിന്നെന്താണ് സാറേ? സാർ 5,000 രൂപ ശിശുപാലൻ ചേട്ടന്റെ പേരിൽ ചെലവാക്കുന്നു. ആ പൈസ ശിശുപാലൻ ചേട്ടൻ തന്നതാണെന്ന് പറഞ്ഞ് ഞാൻ വക്കീലിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. സാറ് ശിശുപാലൻ ചേട്ടനെ വക്കീൽ ഓഫീസിലേക്ക് പറഞ്ഞു വിടുന്നു. വക്കാലത്തൊപ്പിടുന്നു. വക്കീല് കേസ് ഏറ്റെടുക്കുന്നു. വൈകിട്ടാകുമ്പോ ഈ 5,000 രൂപ സാറ് വക്കീലിന്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചെടുക്കുന്നു. പ്രശ്നം തീർന്നില്ലേ? ഇല്ലല്ലോ. എന്ത്? ഈ ശിശുപാലൻ വക്കീൽ ഓഫീസ് ചെല്ലുമ്പോ പൈസ കിട്ടിയ കാര്യം ഭാമ പറയില്ലേ? അപ്പൊ ശിശുപാലന് കാര്യം പറയേണ്ടി വരും. താൻ പൈസയൊന്നും കൊടുത്തിട്ടില്ല എന്ന് സത്യം ശിശുപാലന് പറയേണ്ടതായിട്ട് വരും. അതോടെ ഭാമയ്ക്ക് ആരും മനസ്സിലാവില്ലേ? ഓ സാറേ, ശിശുപാലൻ ചേട്ടൻ ഈ പൈസയുടെ കാര്യം പറയാതിരുന്നാ പോരെ? അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയുണ്ട്? അത് കുഴപ്പമില്ലാത്തൊരു വഴിയാണ്.
ഞാൻ പറയുന്നത് കേട്ട് ഫീസില്ലാതെ വാദിക്കാൻ ഭാമ തയ്യാറായി എന്ന് ശിശുപാലൻ കരുതി. ശിശുപാലന്റെ കയ്യിൽ നിന്ന് ചോദിച്ച പണം അഡ്വാൻസ് ആയി കിട്ടിയ സന്തോഷം ഭാമയ്ക്കും. ഞാൻ മുടക്കിയ പൈസ വൈകിട്ട് എനിക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. ഇതല്ലേ സാറേ ഞാൻ പറയുന്നത്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉത്തമനോട് പറഞ്ഞാൽ മതി, ഉത്തമനോട് പറഞ്ഞാൽ മതി, ഉത്തമനോട് പറഞ്ഞാൽ മതി എന്ന്. ഈ സൈസ് എത്ര നമ്പറുകളാണെന്നറിയാമോ എന്റെ ഈ കയ്യിലിരിക്കുന്നതെന്ന് അറിയാമോ? ആവശ്യങ്ങൾക്ക് വെച്ചിരുന്ന പൈസയാ. എന്തായാലും തിരിച്ചു കിട്ടുമായിരിക്കും. എന്താ 5000. ഒന്ന് നോക്ക്. 1 2 പറഞ്ഞു പോരുത്. 3 4 5 ഒട്ടിപ്പിടിച്ചില്ലല്ലോ. കുറച്ച് കഴിയുമ്പോ വീട്ടിൽ പോയി ഭാമയുടെ കൈ കൊടുക്കണം. 10 മണി കഴിഞ്ഞേ പോകാവൂ. കാരണം ഞാൻ ആഫീസിൽ ചെന്ന് ശിശുപാലനെ കണ്ട് അഡ്വാൻസിന്റെ കാര്യം പറഞ്ഞതിന് ശേഷമാണല്ലോ ശിശുപാലിന് പൈസ തരാൻ പറ്റൂ. അത് കറക്റ്റാണ്. 10-30 വേണം. ഭാമ വക്കീൽ ആഫീസിൽ പോകുന്നതിന് മുമ്പ് കൊടുത്താലേ കാര്യം നടക്കൂ. അതൊക്കെ ഞാൻ ഏറ്റു സാറേ. സാറ് ധൈര്യമായിട്ട് പൊയ്ക്കോ. പിന്നെ ഈ പാട്ട അതിനു മുമ്പ് നന്നായി കിട്ടിയാൽ ഇല്ലെങ്കിൽ ശരി 10-20 ആവുമ്പോ പൈസ ഭാമയുടെ കയ്യിൽ കിട്ടിയിരിക്കണം. കഷ്ടം. ഒരു പ്രശ്നം വരുമ്പോ സഹായിക്കാൻ ഞാൻ വേണം. എന്നിട്ട് പാട്ടയെന്ന്. എനിക്ക് പാട്ട ഉള്ളത് കൊണ്ടാണ് സാറിന്റെ പല കാര്യങ്ങളും നടക്കണത്. ഇന്നലെ രാത്രി വിളിച്ച് ഓർമ്മിപ്പിക്കാത്തതിന് സാർ എന്നെ കുറെ വഴക്ക് പറഞ്ഞു. പിന്നെ സാർ തണുത്തു. വക്കീലിനോട് സംസാരിച്ച് ശരിയാക്കാന്നാ സാർ എന്നോട് പറഞ്ഞ. ഏതായാലും ശിശുപാലൻ ചേട്ടന് ഭാഗ്യമുണ്ട്. കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല വക്കീലിന് കിട്ടുകയും ചെയ്തു. പൈസ ഇപ്പൊ കൊടുക്കുകയും വേണ്ട. സത്യഭാമ വക്കീലിന് ഇപ്പൊ ഒരു 10,000 രൂപ കൊടുത്താലും നഷ്ടമില്ല കാഞ്ചന സാറേ. വക്കീൽ കേസ് എങ്ങനെയെങ്കിലും ജയിപ്പിക്കും. ഇപ്പൊ അഡ്വാൻസ് കൊടുക്കണ്ടല്ലോ, അത് വലിയൊരു ആശ്വാസമല്ലേ. ശിശുപാല, നമസ്കാരം സാർ. നമസ്കാരം. ഒന്ന് വരൂ. എന്തോ പ്രശ്നമുണ്ടല്ലോ ശിശുപാലൻ ചേട്ടാ, എന്താ അത്? ചെന്ന് നോക്ക് ശിശുപാലൻ ചേട്ടാ. എന്താ സാർ? ഞാൻ ഭാമയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവള് കേസ് വാദിക്കാൻ സാർ തയ്യാറാണെന്ന് പറഞ്ഞു. അവള് വാദിച്ച കേസ് ജയിക്കുന്ന ഉറപ്പല്ലേ? പിന്നെ അല്ലേ സാർ, ഞാൻ രക്ഷപ്പെട്ടു സാർ. ഇന്ന് ഉച്ചയൂണിന്റെ സമയത്ത് വക്കീൽ ആഫീസിൽ പോയി ഭാമയെ കണ്ട് വക്കാലത്ത് ഒപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് 2 മണിക്ക് മുൻപ് ഇവിടെ തിരിച്ചെത്തുകയും വേണം. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ആഫീസ് സമയം കളയാൻ പാടില്ല. ഞാൻ കൃത്യസമയത്ത് വന്നോളാം സാർ. പിന്നെ ഒരു പ്രശ്നമുണ്ട്. ഈ ഭാമയും വിദ്യാലക്ഷ്മിയും സത്യപാലൻ വക്കീലും ഒക്കെ ചേർന്നിട്ടാണ് കേസ് വാദിക്കുന്നത്. അത് അറിയാം സാർ, അറിയാം. ശിശുപാലനോട് എനിക്കുള്ള അടുപ്പത്തിന്റെ പേരിൽ ഭാമ അഡ്വാൻസ് വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഭാമയ്ക്ക് അത് ആഫീസിൽ പറയാൻ പറ്റും. അങ്ങനെ പറഞ്ഞാൽ നാളെ വിദ്യാലക്ഷ്മിയും സത്യപാലനും ഒക്കെ അവരുടെ പരിചയക്കാരുടെ കേസ് വരുമ്പോഴും അഡ്വാൻസ് വേണ്ട എന്ന് പറഞ്ഞാലോ? അല്ല സാർ, അഡ്വാൻസ് കൊടുക്കാൻ എന്റെ പൈസ ഇല്ല സാർ. ശിശുപാലൻ അഡ്വാൻസ് കൊടുക്കണ്ട. പക്ഷേ വിദ്യാലക്ഷ്മിയെ കാണിക്കാൻ വേണ്ടി ഭാമ അഡ്വാൻസ് കിട്ടി എന്ന് പറയും. ശിശുപാലൻ ഉത്തമന്റെ കയ്യിൽ 5000 രൂപ കൊടുത്തു വിട്ടിട്ടുണ്ട് എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഭാമ പറയുമ്പോ അയ്യോ കൊടുത്തില്ലായിരുന്നു എന്നൊന്നും പറഞ്ഞളയരുത്. അതൊക്കെ അഭിനയമാണ്. ഉത്തമന്റെ കയ്യിൽ പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് ശിശുപാലനും അങ്ങ് പറഞ്ഞേക്കണം. അതോടെ വിദ്യാലക്ഷ്മിയും സത്യപാലനും ഒക്കെ അതങ്ങ് വിശ്വസിച്ചോളും. ഞാൻ പറഞ്ഞോളാം സാർ. ശരി, പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് 1 മണിക്ക് പോയി 2 മണിക്ക് മുൻപ് തിരിച്ചു വരണം. വരാം സാർ. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. സാറിനെ ദൈവം അനുഗ്രഹിക്കും.
വക്കീലേ, ആ നമസ്കാരമുണ്ട് വക്കീലേ. ശോ, വക്കീൽ ആഫീസിൽ പോകാൻ ഇറങ്ങുന്നതിന് മുമ്പ് വരാൻ ഞാൻ പറന്ന് വരികയായിരുന്നു. താമസിച്ചു പോവോ എന്നായിരുന്നു എന്റെ പേടി. എന്താ ഉത്തമ അത്യാവശ്യം? ഞാൻ കൃഷി ഓഫീസിലെ ഭാസ്കര സാറിനെ കാണാൻ പോകുന്ന വഴിയിലാണ് വില്ലേജ് ഓഫീസിലെ ശിശുപാല സാറിന്റെ ഫോൺ. ഹലോ, ഒന്ന് അത്യാവശ്യമായി കാണണമല്ലോ ഉത്തമ എന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്നെ വേറെ ഒന്നും ആലോചിക്കാതെ നേരെ വില്ലേജ് ഓഫീസിലോട്ട് ചെന്ന് അവിടെ ചെന്നപ്പോഴാണ് കാര്യം അറിയുന്നത്. ശിശുപാല സാറിന് ഒരു കേസുണ്ടെന്നും കേസ് വാദിക്കാൻ വക്കീല് 5000 രൂപ അഡ്വാൻസ് ചോദിച്ചെന്നും. ആണാ സംഭവം സത്യം ഉത്തമ. ആ മോഹനേടി സാർ ആഫീസിൽ ചെന്ന് ശിശുപാല സാറിനോട് പറഞ്ഞു, വക്കീല് കേസ് വാദിക്കണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് അഡ്വാൻസ് കൊടുക്കണം എന്ന്. അപ്പൊ പിന്നെ ശിശുപാല സാറിന് അത് അനുസരിക്കാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ. പൈസ സാറിന്റെ കയ്യിൽ കൊടുക്കാനാണ് ശിശുപാല സാർ ആദ്യം നോക്കിയത്. അപ്പൊ മോഹനേടി സാർ പറഞ്ഞു, ഏയ് അത് വേണ്ട, പൈസ വക്കീലിന്റെ കയ്യിൽ തന്നെ കൊടുത്താൽ മതി എന്ന്. ഉടനെ ശിശുപാല സാറ് എന്നെ ഫോൺ വിളിച്ച് ഞാൻ ചെന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് വരുന്ന വഴിയാണ് ഇത്. 5000 രൂപ കിട്ടിയോ ഉത്തമ? പിന്നെ ആ വക്കീലിനെ വന്ന് കാണുന്നതിനുണ്ട് ഉച്ചയൂണിന്റെ സമയം കൊടുത്തിട്ടുണ്ട് മോഹനേടി സാറ്. കൃത്യം 1:15 വക്കീൽ ഓഫീസിലോട്ട് ചെല്ലാമെന്നാണ് ശിശുപാല സാർ പറഞ്ഞിരിക്കുന്നത്. അഡ്വാൻസ് കിട്ടാത്തത് കൊണ്ട് വക്കീൽ ഈ കേസിൽ ഒഴിവായി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് എന്റെ കയ്യിൽ തന്നെ തന്നത്. ശിശുപാലനോട് വരുമ്പോ ഞാൻ വക്കാലത്തൊപ്പിട്ട് വാങ്ങിക്കോളാം. സത്യം പറയാലോ ഉത്തമ, രാവിലെ വില്ലേജ് ഓഫീസറെ ചുമ്മാ ഒന്ന് വരട്ടീന്നേ ഉള്ളൂ. ഇത് നടക്കുന്നു സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. അതെ 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 അതെ. അല്ലെങ്കിൽ നമ്മൾ കരുതുന്നത് പോലെ അല്ലല്ലോ ഓരോ കാര്യങ്ങൾ നടക്കുന്നത് തന്നെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, ഭാസ്കര സാർ എന്നെ നോക്കിയിരിക്കായിരിക്കും. ശരി ശരി. 1 2 3 4 5. സാർ, ഞാൻ വക്കീൽ ഓഫീസിൽ പോയി വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്തു. ഭാമ എന്ത് പറഞ്ഞു? സാറ് പറഞ്ഞതുകൊണ്ടാ ഈ കേസ് ഏറ്റതെന്ന് പറഞ്ഞു. അതങ്ങനെയാണല്ലോ. ആ, ഈ അഡ്വാൻസിന്റെ കാര്യം വല്ലതും സംസാര വിഷയമായോ? ഉവ്വ്, സാറ് പറഞ്ഞതുപോലെ തന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് വക്കീൽ പറഞ്ഞു ശിശുപാലൻ ചേട്ടൻ 5000 രൂപ അഡ്വാൻസ് തന്നിട്ടുണ്ടെന്ന്. സാർ ചെയ്ത ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല സാർ. വലിയ നന്ദിയുണ്ട്. നന്ദി എന്നല്ല, ഓ നന്ദി എന്ന് പറയണം. പറയാം സാർ, നന്ദി. ശിശുപാലൻ പോയിക്കോളൂ. ഓ ഓ സാർ. ജീവിതത്തിൽ ആദ്യമായിട്ട് ഉത്തമന്റെ ഒരു ബുദ്ധി ലക്ഷ്യം കണ്ടു. ഭാമേ, ആഹാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഭാമയ്ക്ക്? ശിശുപാലൻ നിന്നെ കാണാൻ വക്കീൽ ഓഫീസർ വന്നില്ലേ? മോഹനേട്ടന്റെ അനുവാദം വാങ്ങിയിട്ട് പോന്നത് ശിശുപാലനോട് പറഞ്ഞായിരുന്നല്ലോ. എന്നോട് അനുവാദം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ആഫീസ് സമയം ചെലവാക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഉച്ചയൂണ് സമയത്ത് പൊയ്ക്കോളൂ ശിശുപാല എന്ന് പറഞ്ഞു. ഫീസിന്റെ കാര്യം ശിശുപാല എന്ന് പറഞ്ഞു. അഡ്വാൻസ് ആയിട്ട് 5000 രൂപ ശിശുപാലനോട് നന്നാ. 5000 രൂപയോ? അല്ല, നീ 5000 രൂപ അഡ്വാൻസ് വെച്ചാൽ ഞാൻ രാവിലെ പറഞ്ഞിരുന്നു. അപ്പോ ശിശുപാല എന്നോട് ചോദിച്ചു, 5000 രൂപ കൂടുതലല്ലേ സാറേ എന്ന്. ഞാൻ പറഞ്ഞു എന്റെ ഭാര്യ അഡ്വക്കേറ്റ് സത്യഭാമ കേസ് വാദിക്കണമെങ്കിൽ 5000 രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുത്തേ പറ്റൂ എന്ന്. ഉത്തമന്റെ കയ്യിൽ രാവിലെ തന്നെ ശിശുപാലനേട്ടൻ അഡ്വാൻസ് കൊടുത്തു വിട്ടിരുന്നു. ആണോ? നന്നായല്ലോ. ആ, അല്ല, നിന്റെ ഔദ്യോഗിക കാര്യത്തിൽ ഞാൻ സഹായിക്കുന്നില്ല എന്ന പരാതിയും പരിഭവമൊക്കെ തീർന്നല്ലോ. ആ, നിനക്ക് നല്ല ഒന്നാം തരം കേസാ പിടിച്ചെന്നിരിക്കുന്നത്. അഡ്വാൻസ് ആയി കിട്ടിയ 5000 രൂപയുടെ അഡ്വാൻസ് ആയി കിട്ടിയ 5000 രൂപയുടെ അല്ല, ഞാനായിട്ട് നിനക്കൊരു കേസ് പിടിച്ചെന്നല്ലേ. അപ്പൊ അതിന് കിട്ടുന്ന ഒരു പൈസ പോലും നമ്മൾ വെറുതെ കളയാൻ പാടില്ല. ആ പൈസ ഇങ്ങനെ നിന്റെ കയ്യിൽ തന്നത് അവിടെ ബാഗ് അവിടെ ഇതിനകത്താണോ? അങ്ങനെ ആയിക്കോട്ടെ. ഇനിയിപ്പൊ ഞാനായിട്ടൊരു വഴക്കിനില്ലേ.
ഈ പൈസ മോഹനേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ എനിക്ക് ഇനിയും കേസ് പിടിച്ചു തരുമല്ലോ. അതുകൊണ്ട് പൈസ ഞാൻ തന്നേക്കാം. ആ. ഉത്തമന്റെ ബുദ്ധിയാവാ. ഇതെന്താ? 650 രൂപ ഇല്ലേ? നോക്കിയേ. 600 രൂപ? ആ. 5000 രൂപ അഡ്വാൻസ് കിട്ടിയത്. അതെ. അതിന്ന് 1000 രൂപ കോടതി കാര്യങ്ങൾക്കായി ചെലവാക്കി. കേസ് ഫയൽ ചെയ്യുന്നൊക്കെ ചെലവുള്ള കാര്യമല്ലേ മോനട്ടാ. പിന്നെ ഒരു 500 രൂപ ഞാൻ ശിശുപാലചേട്ടന് തിരിച്ചു കൊടുത്തു. എന്നെ കണ്ടിട്ട് പോകാൻ നേരമാണ് ശിശുപാലചേട്ടൻ പറഞ്ഞത്, ഓട്ടോ പിടിക്കാനുള്ള കാശ് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ബസ്സിനാ പോകുന്നെന്ന്. എനിക്ക് 5000 രൂപ അഡ്വാൻസ് തന്ന കക്ഷി തിരിച്ചു പോകാൻ കാശില്ലാതെ നിൽക്കുമ്പോ ഒന്ന് സഹായിക്കേണ്ടത് എന്റെ കടമയല്ലേ മോനട്ടാ. ഒരു 500 രൂപ ചുമ്മാ ഞാൻ ശിശുപാലചേട്ടന് കൊടുത്തു. ബാക്കി പൈസ കൊണ്ട് ഞാനും വിദ്യാലക്ഷ്മിയും കൂടി ടൗണിൽ ശരിക്കും ഒന്ന് കറങ്ങി. ഒരു പുതിയ സാരി വാങ്ങിട്ടോ, 1000 രൂപയെ. പിന്നെ മോഹനേട്ടന് ഒരു ഷർട്ടും മുണ്ടും വാങ്ങി, 1250 രൂപയെ. പിന്നെ ഞാനും വിദ്യയും കൂടി ഉച്ചയ്ക്ക് ഓരോ ബിരിയാണിയും ഓരോ ഐസ്ക്രീമും കഴിച്ചു. എല്ലാം കൂടി 2870 രൂപയായി. ബാക്കി വന്ന 630 രൂപയായി. ഇത് എനിക്ക് ഫീസ് കിട്ടിയ കാശ് എന്റെ ആവശ്യമൊക്കെ കൊണ്ട് ചെലവാക്കാനുള്ളതല്ലേ മോനട്ടാ. ഞാൻ സമ്മതിക്കില്ല. ഇനി സമ്മതിക്കാറുണ്ടെന്നാ കാര്യം. കാശല്ല ചെലവായി പോയില്ലേ. എന്ത് ഇത് ഭയങ്കര അന്യായമായി പോയി. എന്റെ 5000 രൂപ എനിക്ക് ഇപ്പൊ കിട്ടണം. മോഹനേട്ടൻ 5000 രൂപയോ? എനിക്ക് ഫീസ് കിട്ടിയ 5000 രൂപയോ? അത് മോഹനേട്ടന്റെ പൈസ അല്ലേ? രാവിലെ ഉത്തമൻ പൈസ കൊണ്ടുവന്നപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടിയതാ. വില്ലേജ് ഓഫീസർ എവിടം വരെ പോകുമെന്നറിയാൻ വേണ്ടി ഞാൻ നോക്കിയതാ. സാറിന് 5000 രൂപ അതുപോലെ തന്നെ ഉണ്ട്. ഓനയുടെ പകുതി രൂപയിലെങ്കിലും എനിക്ക് അങ്ങനെ പറ്റില്ലല്ലോ. അതെ, ശിശുപാലൻ ചേട്ടന്റെ ഒരു കേസ് വാദിക്കാൻ അന്യായ ഫീസ് വാങ്ങാൻ മാത്രമുള്ളൊരു ദുഷ്ടയല്ല ഞാൻ. പിന്നെ കോടതിയിൽ ചെലവിന് വരുന്ന കാഴ്ച തരണമെന്ന് ശിശുപാലൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞേക്ക്. എനിക്ക് വേറെ ഒരു ഫീസും വേണ്ടേ. ഇതെന്താണ് കാറ്റടിച്ച പോലെ നാടുന്നത്? പോയി ഷർട്ട് മുണ്ട് മാറി വന്ന ചായ തരാം. അതെനിക്ക് മനസ്സിലായി. മോഹനേട്ടാ, ഇതാരുടെ ഈ ബുദ്ധി? സാറിന്റെ ആണോ ഉത്തമന്റെ ആണോ? എനിക്ക് തോന്നി അങ്ങനെ തന്നെ വേണം. ഒരേ സമയം ശിശുപാലന്റെയും സത്യഭാമയുടെയും മുമ്പിൽ ആളാവാനുള്ള വില്ലേജ് ഓഫീസറുടെ ശ്രമമാണ് വടികുത്തി പിരിഞ്ഞത്. ഇത്തരം തന്ത്രപരമായ വിഷയങ്ങളിൽ ഉത്തമനെ പോലെയുള്ളവരുടെ ഉപദേശം തേടുന്നത് അബദ്ധമാണെന്ന് മോഹനകൃഷ്ണൻ ഇനിയെങ്കിലും മനസ്സിലാക്കുമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.